വെന്തുരുകി കേരളം. താപനില വർദ്ധിക്കുന്നതും തുലാവർഷത്തിലെ കുറവും കേരളത്തെ വരൾച്ചയിലേക്ക് നയിക്കുമെന്ന് വിലയിരുത്തൽ. വേനൽ മഴ ലഭിച്ചില്ല എങ്കിൽ 2 വർഷം മുൻപുണ്ടായതിനേക്കാൾ വലിയ വരൾച്ചയെ നേരിടേണ്ടി വരും. ജലാശയങ്ങൾ വറ്റിവരണ്ടതും പുഴകളിൽ ജലനിരപ്പ് താഴ്ന്നതും ഇതിന്റെ സൂചനയാണ്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ 2017 വരൾച്ചയുടെ ആവർത്തനം ഇത്തവണയും ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ. പലയിടങ്ങളിലും ഭൂഗർഭ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടയളവിൽ തുലാവർഷം ലഭിക്കാത്തതാണ് പ്രധാന കാരണം. പ്രതീക്ഷിച്ചതിലും 15% കുറവ് മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. പുഴയുടെ ഒഴുക്ക് കുറയുകയും അതുകൂടാതെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് കുറയാനും ചിലപ്പോൾ സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ചില മുൻകരുതലുകൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടി വരും. പ്രളയത്തിൽ മേൽമണ്ണ് ഒലിച്ചുപോയത് മണ്ണിന്റെ സംഭരണശേഷിയിൽ കുറവ് വരുത്തിയതോടൊപ്പം ചൂട് കൂടാനും കാരണമായി. പ്രവചിക്കപ്പെടുന്നത് പോലെ എൽനിനോ പ്രതിഭാസം കേരളത്തിലെത്തിയാൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത മങ്ങും. ഉയർന്ന ചൂട് ജലാശയങ്ങളിലെ വെള്ളം ബാഷ്പീകരിക്കാൻ കാരണമാവും. പുഴകളിൽ ജലനിരപ്പ് കുറയും. ലഭ്യമായ വെള്ളത്തിന്റെ സൂക്ഷ്മമായ ഉപയോഗവും മലിനജലം പുനരുപയോഗിക്കുന്ന സംവിധാനങ്ങളും മാത്രമാവും പോംവഴി. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്.